സന്ധ്യ കുളിത്തൂകി നിന്നു മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. ശരത്കാല സന്ധ്യ കുളിത്തൂകി നിന്നു മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. ശരത്കാല സന്ധ്യ കുളിത്തൂകി നിന്നു മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. ഞാൻ ഈ നിമിഷം രാവുന്മാദമായി നിനക്കായി മാത്രം പാടുന്നു ഞാൻ, നിനക്കായി മാത്രം പാടുന്നു ഞാൻ, നിനക്കായി മാത്രം പാടുന്നു ഞാൻ. ശരത്കാല സന്ധ്യ കുളിത്തൂകി നിന്നു മെബു, എന്തോ ഭയങ്കര രസമായിരുന്നടാ. താങ്ക് യു. നന്നായി എപ്പോഴത്തെ പോലെ തന്നെ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തു. മെബിൻ അടിപൊളി മെബിൻ. താങ്ക് യു. എന്തൊരു ആറ്റിറ്റ്യൂഡാ. പിന്നെ ആ ഒരു 70s 80s ഒരു ഡിസ്കോ സ്റ്റെപ്സും അല്ലേ ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഇതൊക്കെയൊക്കെ ഇങ്ങനെയൊക്കെ. അതെ. പക്ഷെ അതൊക്കെ ചെയ്താലും ഈ സംഗതികളൊക്കെ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എസ്പെഷ്യലി ആ നിന്നു പാടിയല്ലേ, നിന്നു, അത് എത്ര കാഷ്വൽ ആയിട്ട് വളരെ സ്വീറ്റ് ആയിട്ട് ഇരുന്നു കേട്ടോ മോളെ. എനിക്കിഷ്ടപ്പെട്ടു. താങ്ക് യു. പക്ഷെ ചർണത്തിലാണ് ആദ്യം പാടിയ ചർണത്തിൽ ഈ വിടർന്നു കുറച്ച് വിട്ടുപോയോ? ആ അതപ്പോ ഇത് കുറച്ചുകൂടി വിടർന്നു പോയി അവിടെ. എന്നാലും ഇതൊരു വലിയ കാര്യമല്ല. പക്ഷെ ആ ഫ്ലോയില് വന്നപ്പോ ബാക്കി കാര്യങ്ങൾ അസലായിട്ട് പാടിയല്ലേ, അപ്പൊ ഇത് കൂടി ഒന്ന് കറക്റ്റ് ആയിട്ട് വരാമായിരുന്നു എന്ന് അങ്ങനെ തോന്നിപ്പോയി. അതെ, ബാക്കി ഐ തിങ്ക് ഇറ്റ് വാസ് എ ബ്രില്യന്റ് അറ്റംപ്റ്റ്. ഓക്കെ, ശ്യാം സർ വിൽ ബി വെരി പ്രൗഡ് ഓഫ് യു. താങ്ക് യു. കീപ് ഇറ്റ് അപ്പ് മാഡം. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. മക്കളെ മെബിനെ എന്താ സർ? ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയതാ. താങ്ക് യു സർ. ആ പാട്ടിന്റെ ഒരു വികാരം നമുക്ക് കിട്ടി. പിന്നെ എനിക്ക് നിന്റെ പല്ലവിയുടെ സെക്കൻഡ് ഹാഫ് എനിക്ക് അത്ര സുഖിച്ചില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ മെബിനല്ലേ,
മോനെ ഇനി എത്ര സോഫ്റ്റ് ആയിട്ട് പാടുന്ന കഥകൾ തന്നെയാണ് കേട്ടോ. കഥകൾ. ആ കഥ അത് തന്നെ കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യണം. സോഫ്റ്റ് ആയെന്ന് പറഞ്ഞ് കഥകൾ അങ്ങനെ ആവരുത് കേട്ടോ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല മോനെ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു. ഈ അവസാനം ആ പൂവ് കൊടുത്തതും ഒക്കെ നമുക്ക് ഇഷ്ടമായി കേട്ടോ. അതൊക്കെ കൊള്ളായിരുന്നു മക്കളെ. മൊത്തത്തിൽ ഒരു ഗുമ്മായിരുന്നു. കാര്യം ഞാൻ ഒരു ശ്യാം സാറിൻ്റെ അടുത്ത് ഈ ക്ലിപ്പ് എടുക്കുമ്പോൾ തന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ പാടിയത് കൊണ്ടുവരണം. അപ്പം നിങ്ങൾ പാടിയതെല്ലാം ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ സാറിന് നേരിട്ട് കൊണ്ടുപോയി കാണിക്കും കേട്ടോ. സാറിൻ്റെ ഒരു അഭിപ്രായം ഞങ്ങൾക്ക് ഒരു ഓഡിയോ ക്ലിപ്പാക്കി ഞാൻ തരാം. നിങ്ങൾ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് നിന്ന് കേട്ടോണ്ടാ മതി കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക മെബിനെ എന്താ സർ? അടിപൊളിയായിട്ട് പാടിയടാ. താങ്ക് യു സർ. എനിക്ക് മൊത്തത്തില് മെബിൻ ആ ഒരു അറ്റയറും ആ ഒരു നെഞ്ചത്തെ ഒരു ഹൃദയം, ഒരു ഹൃദയവും പിന്നെ നെഞ്ചത്ത് ഒരു ഹൃദയമോ, പിന്നെ അതെവിടെ ഇരിക്കാനാ? ആക്ച്വലി he's got a point. Logically you are wrong. Logically അല്ല, but when you You are love, my sweetheart. അല്ല Okay, സർ, I accept. when you love somebody your heart is with them. Okay. അപ്പൊ So what? അതുകൊണ്ടാണ് ഈ ഹാർട്ട് അവൻ വെച്ചിട്ടുണ്ട്. അവന്റെ ഹാർട്ട് അവന്റെ കയ്യിലില്ല. Oh. So he has to stick something there. Oh. നീ മൗനരാഗത്തേക്ക് പോയിട്ടിയോ? ഇതേ ഇല്ലേ? നന്നായിട്ട് പാടിയടാ. നല്ല 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 രസമുള്ള പാട്ട്. അത് ദാസർക്ക് ആ സമയത്ത് ഇത് എങ്ങനെയാണ് പാടി വെച്ചേക്കണേ അല്ലേ? ഭയങ്കര എന്ത് ടൈപ്പ് പാട്ടും ആ കൈകളിൽ ഭദ്രമാണ് എന്ന് പറഞ്ഞ പോലെ നന്നായിട്ട് പാടി. നല്ല വൈബായിരുന്നു. താങ്ക് യു സർ. ഓക്കെ ശരത് സർ. മക്കളെ എന്താ സർ? 8.5 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക 8.5. 8.5. താങ്ക് യു സർ. സോ ടോട്ടൽ 17 മാർക്സ്. മാമിന്റെ മാർക്ക് നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് നമുക്ക് യു. പൂ കൊടുത്തിട്ട് പോയാലോ? എന്തായാലും അതെ, ഇവിടെ അല്ലേ? വരെ നിന്ന്. അല്ലേ? ഒരു സ്റ്റെപ്പ് ഇട്ടോണ്ട് അങ്ങനെ വന്നു. അത് കംപ്ലീറ്റ് ചെയ്യും. ശരത്കാല സന്ധ്യ കുളിർത്തൂകി നിന്നു, മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. ശരത്കാല സന്ധ്യ കുളിർത്തൂകി നിന്നു, മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. കളിയായി ഞാൻ, ചിരിയായി ഞാൻ. ഓക്കെ മെബൂട്ട, എന്തോ? ടോട്ടൽ 17 മാർക്സ്. ബാക്കി 2 റൗണ്ട്സും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ, Okay. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.